ലാസ്റ്റ് ഡാൻസ് ആരുടേതായിരിക്കുമെന്ന് അറിയാനുള്ള കാത്തിരിപ്പാണ്. അപ്പം നമുക്കൊക്കെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. ഇങ്ങനെ കറണ്ട് പോകുന്നതിനെ കൊണ്ടേ ഈ ഫൈനല് നടക്കുന്ന സമയത്ത് കറണ്ട് പോയാൽ നമ്മൾ എങ്ങനെ കളി കാണും എന്നുള്ള ടെൻഷൻ ഉണ്ടായി. പക്ഷെ ആ ടെൻഷൻ ഒന്നും വേണ്ട. ലോക ഫുട്ബോൾ ഫൈനൽ നടക്കുമ്പോൾ വൈദ്യുതി മുടങ്ങാതിരിക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ട് KCB. 300 മെഗാവാട്ട് അധിക ആവശ്യകത കണക്ക് കൂട്ടിയാണ് വൈദ്യുതി ബോർഡിന്റെ നടപടി. യൂണിറ്റ് 10 രൂപ കൊടുത്തും വൈദ്യുതി വാങ്ങാനാണ് തീരുമാനം. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, ഫൈനൽ ദിവസം കറണ്ട് പോയാൽ KCB-ക്കാരെ പഞ്ഞിക്കിടുമെന്ന കാര്യത്തിൽ സംശയമില്ല ആരാധകർ. അതുകൊണ്ടാണോ ഈ മുൻകരുതൽ? ആര്യ, ഇതുവരെ കണ്ടതുപോലെയല്ല. ഇന്ന് അർജന്റീന സ്പെയിൻ ഫൈനലാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഫൈനൽ മത്സരം കാണാനിരിക്കുമ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ കളി മാറും. KCB-യും സർക്കാരും ഒക്കെ വലിയ പഴി കേൾക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ KCB വലിയ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. കാരണം ഇന്ന് ഞായറാഴ്ചയാണ്, അവധി ദിവസമാണ്. KCB പ്രതീക്ഷിക്കുന്നത് ഇന്ന് 3800 മെഗാവാട്ടിൻ്റെ വൈദ്യുതി ആവശ്യകത വരുമെന്നാണ്. പക്ഷേ ഈ ഫുട്ബോൾ മത്സരം, ഫൈനൽ മത്സരം രാത്രി 12:30 മുതലാണ്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഏകദേശം 4100 മെഗാവാട്ടിൻ്റെ ആവശ്യകത ഇന്ന് KCB മുൻകൂട്ടി കാണുന്നുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ടുള്ള വൈദ്യുതി വാങ്ങുന്നതിന് വേണ്ടി, അതായത് റിയൽ ടൈമിൽ 1.5 മണിക്കൂർ മുൻപ് ഈ പവർ എക്സ്ചേഞ്ചിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്നതിനുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് KCB വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് ഉയർന്ന വില കൊടുത്ത് 10 രൂപ കൊടുത്തും വൈദ്യുതി വാങ്ങാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് KCB എത്തിയിരിക്കുന്നത്. കാരണം ഇന്നിപ്പോൾ കറണ്ട് പോകുന്ന സ്ഥിതി ഈ ഫൈനൽ മത്സരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായാൽ അത് വലിയ ജനരോഷം ഉണ്ടാക്കുമെന്നുള്ള കാര്യം കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ അതിന് വേണ്ട നിർദ്ദേശമൊക്കെ നൽകിയിട്ടുമുണ്ട്. ഏതായാലും പവർ എക്സ്ചേഞ്ചിൽ നിന്ന് ഇന്ന് തടസ്സമില്ലാതെ വൈദ്യുതി ലഭിക്കും എന്ന് തന്നെയാണ് KCB-യും കണക്ക് കൂട്ടുന്നത്. കാരണം എല്ലാ സംസ്ഥാനത്തും എല്ലിനോ പ്രതിഭാസം കാരണം രാജ്യത്താകമാനം വൈദ്യുതി ആവശ്യകത കൂടി. എന്നിരുന്നാൽ പോലും കേരളത്തിൽ അത്ര ഫുട്ബോൾ ആവേശം മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് വൈദ്യുതി കിട്ടാനുള്ളൊരു പ്രതിസന്ധി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് KCB വിലയിരുത്തുന്നത്. പവർ എക്സ്ചേഞ്ചിൽ നിന്ന് വൈദ്യുതി ഉദ്ദേശിച്ച വിലയ്ക്ക് തന്നെ കിട്ടും. അപ്പോൾ 10 രൂപ കൊടുത്താണ് ഉയർന്ന വിലയ്ക്ക് വാങ്ങാനുള്ള നിർദ്ദേശം തന്നെയാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. ഇനി വൈദ്യുതി എങ്ങാനും കിട്ടാതെ ഇരിക്കുന്ന ഒരു സ്ഥിതി വന്നാൽ ഗ്രിഡിൽ നിന്ന് കിട്ടാനുള്ള എന്തെങ്കിലും ഒരു പ്ലാൻ B അടക്കമുള്ള ആലോചനയുമുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ ഫൈനൽ മത്സരം കാണാൻ രാത്രി ഫുട്ബോൾ ആരാധകരിരിക്കുമ്പോൾ കറണ്ട് പോകുമെന്ന പേടി വേണ്ട എന്നാണ് KCB ഇപ്പോൾ അറിയിക്കുന്നത്.